ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയിൽ നിന്ന് ക്രിമിനൽ പ്രവർത്തനത്തിലേക്ക് മാറി കുപ്രസിദ്ധി നേടുകയായിരുന്നു അർജുൻ ആയിങ്കി. 30 വയസ്സുള്ള ആയിങ്കി 10 വർഷം കൊണ്ടാണ് കേരളത്തിലെ പ്രധാന ക്രിമിനലുകളിൽ ഒരാളായി മാറിയത്. ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധം ആരംഭിച്ചപ്പോൾ തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. വധശ്രമം, സ്വർണ്ണക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കേസുകളാണ് ആയിങ്കിയുടെ പേരിലുള്ളത്. കേവലം 10 വർഷം കൊണ്ടാണ് അർജുൻ ആയിങ്കി എന്ന ക്രിമിനൽ സൃഷ്ടിക്കപ്പെടുന്നത്. 2015 ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായാണ് അർജുൻ ആയിങ്കി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടക്കകാലം മുതൽ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 2021 സ്വർണം പൊട്ടിക്കൽ കേസാണ് ഏറ്റവും പ്രമാദമായ സംഭവമായി മാറിയത്. വിദേശത്തു നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സംഘത്തെ ആക്രമിച്ച് ആ സ്വർണം തട്ടിയെടുക്കുക, അങ്ങനെ ഒരു ശൃംഖലയാണ് അർജുൻ ആയിങ്കിയുടെ കീഴിൽ പ്രവർത്തിച്ചത്. 2021 രാമനാട്ടുകരയിൽ 2 സംഘങ്ങൾ തമ്മിൽ വാഹനത്തിൽ ചേസിംഗ് നടത്തുകയും ഒരു സംഘം അപകടത്തിൽപ്പെട്ട് ആ വാഹനത്തിലുണ്ടായിരുന്ന 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടിയാണ് ആയിങ്കിയുടെ പേര് കൂടുതൽ സജീവമായി വന്നത്. എന്നാൽ 2017 2 BJP പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇയാൾ മുഖ്യപ്രതി സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. തുടർന്ന് നിരവധി ആക്രമണ കേസുകൾ, വധശ്രമ കേസുകൾ, അതോടൊപ്പം തന്നെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോകൽ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയായി. പക്ഷേ പാർട്ടിയുടെ CPM-ന്റെ തണലിൽ ഇയാൾ സംരക്ഷിക്കപ്പെടുകയായിരുന്നു എന്ന ആരോപണമാണ് ഒരു വശത്ത് ഉയർന്നത്. ഇപ്പോൾ എന്നാൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇയാളെ തള്ളിപ്പറയുകയാണ്. തൂഫാനെ പോലെ തൂക്കി അകത്തിടണം എന്നാണ് MV ജയരാജൻ പറഞ്ഞത്. താൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തതൊന്നും മറക്കരുത്, പിന്നിൽ നിന്ന് കുത്തരുത് എന്നായിരുന്നു അർജുൻ ആയിങ്കിയുടെ ഇതിനുള്ള മറുപടി. ചില സംഘടനകൾ പാർട്ടിക്ക് വേണ്ടി ചെയ്യുകയും ഫേസ്ബുക്കിൽ പാർട്ടിക്ക് വേണ്ടി എഴുതുകയും പോരാടുകയും കീബോർഡ് വിപ്ലവം സൃഷ്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ട് എല്ലാ തരം കുറ്റകൃത്യങ്ങളിലേക്കും ഏർപ്പെടുക, എന്നിട്ട് പ്രതിരോധം തീർക്കാൻ പാർട്ടിയെ മറയാക്കുക, ഇങ്ങനെ ഒരു തന്ത്രമാണ് അർജുൻ ആയിങ്കി ഈ കാലങ്ങളിലെല്ലാം സ്വീകരിച്ചു വന്നത്. പക്ഷേ ഇപ്പോൾ CPM കൂടി കൈയൊഴിഞ്ഞതോടുകൂടി അർജുൻ ആയിങ്കിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായി. പോലീസിന് മുന്നിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കുക, പോലീസ് പിടിക്കുക എന്നൊരു തീർത്തും ദുർബലമായ അവസ്ഥയിലേക്ക് അർജുൻ ആയിങ്കി എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലോചിക്കുക, വെറും 10 വർഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രിമിനൽ കേരളത്തിൽ രൂപപ്പെട്ടത്. അതിന് പാർട്ടിയെ വളമാക്കി എന്ന വിമർശനം അതിശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.